ഇന്ന് നമുക്ക് 4 തരം കൂൾ ഡ്രിങ്ക്സ് അഥവാ തണുത്ത വെള്ളം തയ്യാറാക്കാം. അതിൽ ആദ്യം നമ്മൾ കക്കരിക്ക ചെറുനാരങ്ങ ചേർത്ത കൂൾ ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. 2 കക്കരിക്ക മുറിച്ചെടുക്കാം. മുറിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതിങ്ങനെ കീറിയിട്ട് ഇനി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഐസ് കട്ട പൊടിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തു. ഇനി ഇത് അരിച്ചെടുക്കണം. നമുക്ക് ഇതിലേക്ക് 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് അരിച്ച് ചേർത്തണം. അതിന് 2 ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മുടെ കക്കരിക്ക അരിച്ചെടുത്തു. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ച ചെറുനാരങ്ങ നീരും ചേർത്താം. നമ്മൾ തയ്യാറാക്കി വെച്ച ചെറുനാരങ്ങ നീരും ചേർത്താം. ഇനി ഇതൊന്ന് നല്ലവണ്ണം അടിച്ചെടുക്കാം. അങ്ങനെ നല്ലവണ്ണം അടിച്ചെടുത്ത് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അങ്ങനെ നല്ലൊരു കൂൾ ഡ്രിങ്ക് തയ്യാറായി. തണുത്ത നല്ലൊരു കൂൾ ഡ്രിങ്ക് റെഡിയായി. ഇനി നമുക്ക് മറ്റൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. അതിന് കക്കരിക്ക തന്നെ മുറിച്ചെടുക്കാം. ഇതും ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതും അതുപോലെ എളുപ്പത്തിന് കീറിയിട്ട് നമുക്കിനി ഇത് മുറിച്ചെടുക്കാം. ഈ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്കിട്ട് 1/2 ഗ്ലാസ് ഐസ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഐസ് വാട്ടറാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ പുതിന ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് അടിച്ചെടുത്തു. ഇനി ഈ അരിച്ചെടുത്ത ജ്യൂസ് മിക്സിയിലേക്ക് തന്നെ ഒഴിക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി അടിച്ചെടുക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ പാകത്തിന് മധുരത്തിന് ചേർത്ത് കൊടുക്കാം പഞ്ചസാര. അങ്ങനെ അടിച്ചെടുത്തു. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. പാല് ചേർത്തിയെങ്കിലും കുറച്ച് ഐസ് വാട്ടറും ചേർത്തിയപ്പോൾ കട്ടി കുറഞ്ഞ നല്ലൊരു കൂൾ ഡ്രിങ്ക് തയ്യാറായി. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച്
കുടിക്കാം. നല്ല കൂൾ ഡ്രിങ്ക് അങ്ങനെ തയ്യാറായി. ഇനി നമുക്ക് ഇത് ഐസ് വാട്ടറൊക്കെ ചേർത്തത് കൊണ്ട് നല്ല കട്ടി കുറഞ്ഞ കൂൾ ഡ്രിങ്ക്. ഇനി നമുക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് വെള്ളമാണ്, അതിലേക്ക് 2.5 മീഡിയം ചെറുനാരങ്ങ മുറിച്ചത് എടുക്കാം. അതിന് ഒരു ഗ്ലാസ് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്താം. ഒരു 7-8 അണ്ടിപ്പരിപ്പ് മതി, ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണമെന്നില്ല. ഇതിട്ട് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇത് കണ്ടില്ലേ, ഇത് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം മുറിച്ച് വെച്ച ചെറുനാരങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് 2-3 പ്രാവശ്യം അടിച്ചാൽ മതി, കൂടുതൽ അടിച്ചാൽ കയ്പ്പ് രുചി വരും. അങ്ങനെ അത് അരിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ ലൈം ജ്യൂസും റെഡിയായി. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം. അങ്ങനെ ഈ കൂൾ ഡ്രിങ്കും റെഡിയായി. ഇനി നമുക്ക് സാധാ നാരങ്ങാ വെള്ളം ഉണ്ടാക്കാം, ഈസി ആയിട്ട് തയ്യാറാക്കാം. അതിന് ഈ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ഐസ് വാട്ടർ എടുത്തു. അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത്, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കാണ് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ച് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലവണ്ണം കലക്കിയെടുക്കാം. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും ചേർത്ത് നല്ലവണ്ണം ഇളക്കി എടുത്തു. ഇനി ഇത് അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ അടുത്ത കൂൾ ഡ്രിങ്ക് സാധാ നാരങ്ങാ വെള്ളം ഈസി ആയിട്ട് തയ്യാറാക്കാം. തയ്യാറായി. അങ്ങനെ നമ്മുടെ 4 ഐറ്റം 4 ഐറ്റം കൂൾ ഡ്രിങ്ക്സും ഇവിടെ റെഡിയായി. ഈസി ആയിട്ട് തയ്യാറാക്കാം, ടേസ്റ്റി ആയിട്ട് കുടിക്കാം. അടുത്ത വീഡിയോയുമായി കാണാം.